ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി വില്ല പ്രോജക്റ്റാണ്. 6.7 ഏക്കേഴ്സിൽ 66 വില്ലാസ് വരുന്ന ഒരു വില്ല പ്രോജക്റ്റ്. അപ്പോൾ നമ്മുടെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, കൊച്ചിയിലെ മേജർ വില്ല പ്രോജക്ട്സ് എല്ലാം നമ്മുടെ വ്ളോഗ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഏറ്റവും നല്ല ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ഒരു വ്ളോഗ്സിൽ നിന്ന് എൻക്വയറി വരാറുണ്ട്, അതിൽ അവൈലബിലിറ്റി ഉണ്ടോ, റീസെയിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് വില്ല പ്രോജക്ട്സ് കാണിക്കുമ്പോഴും ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സിന് ഒരു ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ കാക്കനാടാണ്. കാക്കനാട് നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് 2 ജംഗ്ഷനിൽ നിന്ന് നമുക്ക് 7.5 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇൻഫോ പാർക്ക് പുത്തൻകുരിശ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ മേജർ സ്ഥലത്തേക്കും ഒരു 10 to 15 മിനിറ്റ്സിൽ എത്താൻ പറ്റും. ഇപ്പം മെട്രോ ആണെങ്കിലും വാട്ടർ മെട്രോ ആണെങ്കിലും ഇൻഫോ പാർക്ക് ആണെങ്കിലും എല്ലാം നമുക്കൊരു 10 to 15 മിനിറ്റ്സിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോജക്റ്റ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഗ്രാമത്തിൻ്റെ ഭംഗിയും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു ലാൻഡ് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിലാണ് ആ പ്രോജക്റ്റ് ഭംഗി ഉണ്ടാവുള്ളൂ ഫിനിഷ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രോജക്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരണം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്കിപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്സും ഫീച്ചേഴ്സൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. അത് ഫിനിഷ് ആകുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഭംഗി, അതായത് ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ താമസിക്കണം അല്ലെങ്കിൽ ഒരു റിസോർട്ട് ആംബിയൻസിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു പ്രോജക്റ്റാണ്. സിറ്റിയുടെ ആ ഒരു തിരക്കിൽ നിന്നൊക്കെ കുറച്ച് മാറി സമാധാനമായിട്ട്, എന്നാൽ സിറ്റിയുമായിട്ട് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ എനിക്ക് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു പ്രോജക്റ്റാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞിരുന്നത് ഒരു 6.7 ഏക്കേഴ്സിൽ 66 വില്ലകളാണ് വരുന്നത്. ഈ 66 വില്ലയിൽ നമുക്കിനിയൊരു 8 വില്ലയൊക്കെയാണ് ഇതിൽ കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം സോൾഡ് ഔട്ടായി. മിക്ക വീടുകളും ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2700 സ്ക്വയർ ഫീറ്റ് തൊട്ട് 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. 5 സെൻറ്റ് തൊട്ട് 8.5 സെൻറ്റ്സ് വരെയുള്ള ലാൻഡ് എക്സ്റ്റൻഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷനൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്ക് 1.68 CR തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എല്ലാം ഇൻക്ലൂസീവ് ആണ്. ആകെ നമുക്ക് എക്സ്ട്രാ വരുന്നത് രജിസ്ട്രേഷൻ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 1 ഇയറോളം ടൈം കിട്ടും. കുറച്ച് കസ്റ്റമൈസേഷൻ പോസിബിളാണ്. പിന്നെ നമ്മുടെ ഈ പ്രൊപ്പോസ്ഡ് ഗ്രീൻഫീൽഡ് ഹൈവേ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് 1.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പം ശരിക്കും അതൊക്കെ ഓൾറെഡി വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. നമ്മുടെ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർക്ക് വരുന്ന ഒരു ഹൈവേ ആണത്. അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഇപ്പോൾ എടുക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ എടുക്കുന്നവർക്ക് ഇത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു 1000-1500 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം വരുന്ന അത്ര നല്ലൊരു വില്ല പ്രോജക്റ്റാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിൽ വന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റേജൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ടെറൈൻഡ് ആയിട്ടുള്ള ലാൻഡാണ്. അപ്പോൾ ആ ഒരു ലാൻഡ് ടെറൈൻ അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ വീടുകളും വെച്ചിരിക്കുന്നത്. ഓരോ വീടുകളും തമ്മിൽ നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫിനിഷ് ആവുന്ന സമയത്ത് ഒരു റിസോർട്ട് ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസിലൊക്കെ കൊണ്ടുവരാനാണ് ഈ ബിൽഡർ നോക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഏകദേശം 110 ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ടാണ്. അതായത് അത്രയും ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെയൊക്കെ കുറേ ഏരിയയൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.4 ഏക്കേഴ്സ് നമുക്ക് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അതായത് 6.7 ഏക്കേഴ്സാണ് ടോട്ടൽ ലാൻഡ്. അതിൽ 2.4 ഏക്കേഴ്സ് നമുക്ക് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റോഡ്. ഓരോ റോഡും നമുക്ക് 6 മീറ്റർ വൈഡ് ആയിട്ടാണ് വരുന്നത്. ഈ 6.7 ഏക്കേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ലാൻഡ്സ്കേപ്ഡ് ആയിരിക്കും വിത്ത് ലോട്ട് ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ട്. അതുപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ഇറിഗേഷൻ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു ചെടികളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന ഏരിയ പോലും നമുക്ക് നനയ്ക്കേണ്ട, അതുപോലും നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു എൻട്രൻസ് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ വില്ല പ്രോജക്ട്സിന് കാണുന്ന എൻട്രൻസ് പോലെയല്ല. നമ്മളിത് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് ഏകദേശം 4.5 ടണ്ണാണ്. അത് നമ്മൾ ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് നാഗർകോവിൽ മേക്ക് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 60 സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ബ്രിക്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വുഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടീക്കും ആഞ്ഞിലിയും മാത്രമാണ്. റോഡ്സ് ഞാൻ പറഞ്ഞിരുന്നു 6 മീറ്റർ വൈഡ് റോഡുകളാണ്. അത് നമ്മൾ ഒരു നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ കോബിൾ സ്റ്റോൺ അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ റോഡ്സ് ഫുള്ള് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇത് നിയറിങ് കംപ്ലീഷൻ സ്റ്റാറ്റസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതൊരു പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടർ സോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 2 ബിഗ് വെല്ലുണ്ട്, അതുപോലെ 3 ബോർവെല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം കപ്പാസിറ്റി വരുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ ടാങ്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് KWA കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. എല്ലാ വീടുകൾക്കും ജനറേറ്റർ ബാക്കപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് AC അല്ലാതെ എല്ലാ കാര്യങ്ങളും ഈ ബാക്കപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം നമ്മൾ UG കേബിളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമൺ ഏരിയ ഫുള്ള് നമുക്ക് സോളാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്ലി മെയിൻ്റനൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് പ്രൊജക്ട്സിനേക്കാളും വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പം പല കസ്റ്റമേഴ്സും നമ്മളെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിമ്മി വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഫ്രീ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വില്ലയുടെ ഡിസൈനിലേക്ക് വരുമ്പം ഒരു ട്രഡീഷണൽ ആൻഡ് മോഡേൺ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. 2 കാറ് നമുക്ക് എല്ലാ വില്ലയിലും പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ടെറസ് ഗാർഡൻ കൊടുത്തിട്ടുണ്ട് എല്ലാ വില്ലകൾക്കും. 3 നിലയാണ് ഒരു വില്ല വരുന്നത്. നമുക്ക് ആറ്റിക്കൊക്കെ വരുന്നൊരു ഡിസൈനാണ്. 4 BHK to 5 BHK നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ലിഫ്റ്റ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. വില്ലയുടെ പ്ലാനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ എല്ലാ വില്ലകൾക്കും ഇവർ ഭംഗിയുള്ളൊരു കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അമ്യൂണിറ്റീസിലേക്ക് വരാണെങ്കിൽ 35 സെൻസിലാണ് നമുക്ക് ക്ലബ് ഹൗസ് വരുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ക്ലബ് ഹൗസാണ്. 3 നിലയാണ്. അതിൽ നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ജിമ്മ്, പൂള്, ഇൻഡോർ ബാഡ്മിൻ്റൺ, കഫറ്റേരിയ, ഇതിനുള്ളിലൊരു മിനി സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്, മൾട്ടിപർപ്പസ് ഹാള് വരുന്നുണ്ട്, ഇൻഫിനിറ്റി പൂള് ഏറ്റവും ടോപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ 17 സെൻറ്റ് നമ്മൾ കിഡ്സിന് ഒരു പ്ലേ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഹാഫ് ബാസ്കറ്റ് ബോൾ കോർട്ട് വരുന്നുണ്ട്, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രൊഫൈൽ പറയുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള നല്ലൊരു കസ്റ്റമർ ബേസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. IT-കാരുണ്ട്, NRIs ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. സോ അങ്ങനെ എല്ലാ പ്രൊഫഷനിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലീഗൽ സൈഡ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇപ്പം ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലേക്ക് എത്തി ഈ പ്രോജക്റ്റ്. അപ്പം ഇനി നമുക്ക് എടുക്കുന്നതിലൊന്നും ഒരു റിസ്ക് ഉള്ളൊരു സ്റ്റേജ് അല്ല. നല്ലൊരു ബിൽഡറുടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നമുക്ക് വീടുകളൊക്കെ ഉള്ളിൽ കയറി കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ്, അതായത് ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് നോക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വ്ളോഗിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സൈറ്റ് വിസിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.